കഴിഞ്ഞ ദിവസം മഴയും കാറ്റും ആയതുകൊണ്ട് ഒരു വാഴ വീണിട്ടുണ്ടായിരുന്നു. അതിന്ന് ചെറിയൊരു കായക്കൊല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ സന്തോഷത്തിലാണ്. വാഴ വീണാൽ എന്താ കായക്കൊല കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമാണ്. പക്ഷേ വാഴ വീണ സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു. വിക്രമാദിത്യനും വേതാളനും കൂടെ ഇത് എങ്ങടാ പോണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡിലേക്ക് പോവുകയാണ് കേട്ടോ. കായ ഉപ്പേരി ഉണ്ടാക്കാനാണ്. അമ്പലത്തിൽ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കുറച്ച് പണിക്കാർക്കുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടായിരുന്നു, ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ ഊറ്റി ഊറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കായും ചക്കക്കുരും ഉപ്പേരിയും അതുപോലെ തന്നെ പുളിങ്കറിയാണ് തോന്നുന്നുണ്ട് കേട്ടോ കൂട്ടാൻ. മുത്തശ്ശിക്ക് പുളിങ്കറിയാണ് വെക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് അമ്മായി അവിടുന്ന് കുറച്ച് മുതിര ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇല്ലത്തെന്ന്. അപ്പൊ അതും കൂടെ കൂട്ടിയിട്ട് മുത്തശ്ശി നല്ല സുഭിക്ഷമായിട്ട് ഊണ് കഴിച്ചു. രാത്രിയാകുമ്പോൾ നമുക്ക് എന്തൊരു മഴയാണ് അല്ലേ. അപ്പൊ രാത്രി ഇപ്പൊ നല്ല ചൂടുള്ള ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു ബാത്തോ കഴിക്കാൻ തോന്നി. അങ്ങനെ സോയാബീൻ ബാത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോയാ ബാത്ത് കേട്ടോ. സാലഡും അച്ചാറും പപ്പടമൊക്കെ കൂട്ടി നമ്മൾ നന്നായിട്ട് ഊണ് കഴിച്ചു. ചെറുപയർ കഞ്ഞിയുടെ വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു തവി കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്യാൻ. നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ഇതിൽ കൊള്ളും. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കാനൊക്കെ നല്ല സുഖാട്ടോ. വീട്ടിൽ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങി നോക്കൂ കേട്ടോ.